അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ലാപ്ടോപ്പ് പോയിരിക്കുകയാണ്. എന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി. ഇത് എൻ്റെ ലാപ്ടോപ്പ് ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളായി, ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഡിഗ്രി പഠിച്ച് തുടങ്ങുന്ന ഒരു ഫസ്റ്റ് ഇയർ പഠിച്ച് തുടങ്ങുന്ന സമയത്ത്, അതായത് ഒരു ഫസ്റ്റ് ഇയറിൽ എനിക്ക് എടുത്താണ് ഈ ലാപ്പ്. ആ എടുത്ത സമയത്ത് തന്നെ അത്യാവശ്യം ഒരു ഔട്ട്ഡേറ്റഡ് മോഡലായിരുന്നു. ലെനോവയുടെ വളരെ ബേസിക്കായിട്ട് Intel 5 പ്രോസസ്സർ വരുന്ന ഒരു ബേസിക്കായിട്ടൊരു എൻട്രി ലെവൽ മൾട്ടിമീഡിയ പർപ്പസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു ലാപ്പായിരുന്നു. ആ ഒരു ലാപ്പിലായിരുന്നു ഇത്രയും വർഷം കാര്യങ്ങളും ഒക്കെ ചെയ്തത്. ആൻഡ് ഇപ്പോൾ നിലവിൽ ആ ഒരു ലാപ്പില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ എൻ്റെ SSD ആണ് അടിച്ചു പോയേക്കണേ. എൻ്റെ ആ ഒരു SSDയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ വേണ്ടി, കുറച്ചും കൂടെ സ്പീഡും കാര്യങ്ങളൊക്കെ ആക്കാനും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഓൾറെഡി എൻ്റെ സെയിം ലാപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ഒരെണ്ണം പോയി കിടക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു SSDയും കൂടെയും പോയി. ബട്ട് ഒരു ലക്കുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SSDക്ക് വാറൻറ്റി ഉണ്ട്. ഒരു 15 to 20 ദിവസത്തിനുള്ളിൽ വാറൻറ്റി ക്ലെയിം ചെയ്ത് നമുക്ക് പുതിയ SSD കിട്ടുന്നതാണ്. അറിയാൻ പാടില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ നമുക്ക് സങ്കടപ്പെട്ടിരിക്കാനോ നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. തൽക്കാലം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ചെറിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ഈ ഒരു 15 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 20 ദിവസത്തേക്ക് അവളുടെ സിസ്റ്റത്തിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആ ഒരു സിസ്റ്റം വളരെ ബിഗിനറായിട്ടുള്ളൊരു സിസ്റ്റമാണ്. സോ എനിക്ക് വേറെ ഒരു രീതിയിലുള്ള എഡിറ്റ്സോ കാര്യങ്ങളോ അതിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വേറൊരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ ഇൻസ്റ്റാൾ ചെയ്ത് അത് അലമ്പാക്കുന്നില്ല. ജസ്റ്റ് ക്യാൻവയിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെക്ഷൻ വെച്ചിട്ടായിരിക്കും ഇനിയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാരണം ഒന്നും കൂടെയും നമ്മുടെ വീഡിയോസ് വളരെ ഷോർട്ടായിരിക്കും. കാരണം അതത്ര കംഫോർട്ടബിൾ അല്ല നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി. ഞാനൊരു 6 day കണ്ടിന്യൂസ് വീഡിയോ പ്ലാൻ ചെയ്തായിരുന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അതായത് ചാനൽ നമ്മൾ റീബൂട്ട് ചെയ്ത് നമുക്കൊരു കൺസിസ്റ്റൻസി വേണം. ആൻഡ് ആ ഒരു കൺസിസ്റ്റൻസി എന്നെക്കൊണ്ട് മേക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു വിശ്വാസത്തിന് വേണ്ടിയായിരുന്നു ഞാനത് ലോഞ്ച് ചെയ്തിരുന്നത്. ആ ഒരു പ്ലാൻ ലോഞ്ച് ചെയ്തിരുന്നത്. നമ്മൾ എവിടെ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിലതായിരുന്നു 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ. പക്ഷേ ഇപ്പം നിലവിൽ അത് ബ്രേക്കായിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇന്നലെ നമ്മുടെ ലാപ്ടോപ്പിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അത് കണ്ടിട്ടുണ്ടാവും. ആൻഡ് നാളത്തെ ദിവസം ഞാൻ ഒരു 6 വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒറ്റ ദിവസം 6 വീഡിയോ മേക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നാളെ അത് പോയി എടുത്ത് ഈ ഒരു വീഡിയോ നാളെ പോസ്റ്റ് ചെയ്ത് ആൻഡ് അങ്ങോട്ടേക്കുള്ള 6 ദിവസത്തേക്ക് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി ഉള്ള കോണ്ടൻ്റ് ആവും. വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. I hope you guys stay with me. Bye.